ഹായ് കൂട്ടുകാരെ, ഇന്നെന്താ പറയാൻ പോകുന്നതെന്ന് അറിയാവോ? ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓരോ പ്രായത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഒരു ഒരു പ്രായത്തിൽ ചെറിയ 1, 2, 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞങ്ങ് നിർത്താം കേട്ടോ. അതെന്തോന്ന് ചോദിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ നടക്കാനും ഓടാനും ഒക്കെ ഒരു പ്രായമാവുമല്ലോ. അവർ വീഴത്തില്ലെന്ന് നമുക്ക് ഉറപ്പാവുന്ന ഒരു പ്രായം തൊട്ട് നമുക്ക് അവരോട് പറയാം, കുഞ്ഞെ ആ കപ്പിങ് എടുത്തുകൊണ്ട് വരാമോ, കുഞ്ഞെ ആ പേപ്പറിങ് എടുത്തുകൊണ്ട് വരാമോ, എന്താ പറയുന്നത്, ആ സ്പൂണിങ് എടുത്തുകൊണ്ട് വരാമോ, ഇങ്ങനെയൊക്കെ നമുക്ക് അവരോട് സ്നേഹത്തോടെ പറയാം. കുഞ്ഞുങ്ങളോട് ഒരിക്കലും നമ്മൾ കടിച്ചു കീറുന്ന പോലെ നമ്മൾ വർത്താനം പറയാൻ നിൽക്കരുത് കേട്ടോ. അവരത് പേടിക്കുവോ, അവരത് പിന്നെ വില വെക്കത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വഴക്ക് പറയേണ്ടയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പം വില വെക്കത്തില്ല നമ്മളെ. അതുകൊണ്ട് നമ്മൾ അവരോട് സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് നമ്മൾ സംസാരിക്കണം. അപ്പം അവർക്ക് ഉണ്ടാവുന്നൊരു ബോധമെന്ന് പറഞ്ഞാൽ അവരും കൂടെ ചെയ്യേണ്ട ഒരു ജോലിയാണ് എൻ്റെ വീട്ടിലെ ഇതൊക്കെ എന്നുള്ള കുഞ്ഞു മനസ്സിലത് കയറിക്കൂടും. അന്നേരം ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ജോലികളൊക്കെ ചെയ്യാൻ. അപ്പം എല്ലാം അങ്ങ് ചെയ്യിച്ചോണം. ചെയ്യിക്കാതിരുന്നതിൻ്റെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മയാണ് ഞാനൊരു സമയത്ത് കേട്ടോ. ഇപ്പം അല്ല, ഇപ്പം എല്ലാം ചെയ്യും എന്ന് പറഞ്ഞാൽ, അന്നൊക്കെയെന്ന് വെച്ചാൽ എൻ്റെ മോൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വരുമ്പോൾ ഞാൻ ഇവനോട് പറയും, അവിടെ മോൻ അതൊന്നും ചെയ്യണ്ട, പാത്രമൊന്നും കഴുകണ്ട, അല്ലെങ്കിൽ തുണിയൊന്നും കഴുകണ്ട, അവിടെ എല്ലാം സോപ്പും പതയാവും, അല്ല നിൻ്റെ ദേഹത്തെല്ലാം വെള്ളം വീഴും, എനിക്ക് പിന്നെ ഇരട്ടി പണി ഉണ്ടാക്കാനായിട്ട് മാറിപ്പോടാ, അവിടെ നിന്ന് അവിടെ പോയിരുന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓടിച്ചു വിടും. നമ്മൾ തന്നെ അങ്ങ് ചെയ്യും. അപ്പം നമ്മൾ ഹെൽത്തിയാണ്, നമുക്ക് ജോലി ചെയ്യാനുള്ള മനസ്സുകൊണ്ട് ആ കുഞ്ഞൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് നമ്മളങ്ങ് ചെയ്യും. പിന്നെ ഇതിൻ്റെ പണി നമുക്ക് കിട്ടുന്നത് നമ്മൾ അടുത്ത കുഞ്ഞിൻ്റെ കെയറിങ്ങിലേക്കോ മറ്റെന്തെങ്കിലും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുമ്പോഴോ ഇതിൻ്റെ 8ൻ്റെ പണി നമുക്ക് കിട്ടുന്നത്. അന്നേരം നമ്മൾ ഇവരോട് എന്തെങ്കിലും ജോലി പറഞ്ഞ് ഇവർ നമ്മളോട് പറയും, അമ്മ എന്നോടൊന്നും ചെയ്യണ്ടെന്നില്ലയോ പറഞ്ഞേക്കുന്നേ, എനിക്കൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ, എനിക്ക് കയ്യിലൊക്കെ അലർജി ആവത്തില്ല, സോപ്പിൻ്റെ പതയൊക്കെ ഇരുന്നാലെന്നൊക്കെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. അപ്പം നമ്മളായി കുറ്റക്കാര്. ആരായി? കുറ്റക്കാരായി. അപ്പോൾ അതിൽ നല്ലത് കുഞ്ഞുങ്ങളൊക്കെ. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ വയ്യാതൊക്കെ എൻ്റെ കാല് ഫ്രാക്ചറായിട്ടൊന്ന് കിടന്നായിരുന്നു 2 മാസം. ആ സമയത്തൊക്കെ മമ്മിയായിരുന്നു എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യുന്നത്. പക്ഷേ അപ്പം മോൻ അന്നേരം മോഡൽ എക്സാമിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ എക്സാം പോലും എഴുതാൻ പോയില്ലായിരുന്നു. കാരണം അപ്പം ഞാൻ ഇതിന് വഴക്ക് പറയുമ്പോൾ എന്നോട് പറയുന്നത്, എക്സാമൊക്കെ പിന്നെ എഴുതാം, അതൊക്കെ പിന്നെ എങ്ങനെ എഴുതാം നമുക്ക്, എനിക്ക് എൻ്റെ അമ്മ ഇപ്പം ശുശ്രൂഷിച്ചെങ്കിൽ അമ്മയ്ക്ക് ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അതൊക്കെ രസമായിരുന്നു. എക്സാം എഴുതിയില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് യൂണിവേഴ്സിറ്റിക്കൊക്കെ നല്ല മാർക്കൊക്കെ കിട്ടി. ദൈവം തുണച്ചെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നാണെങ്കിൽ അപ്പം ആ ഒരു സമയത്തൊക്കെ എന്നെ എടുത്തു പൊക്കിക്കൊണ്ട് എൻ്റെ ദിനചര്യകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വാഷ് ബേസിൻ്റെ അവിടെയും ടോയ്ലറ്റിലും ഹോസ്പിറ്റലിൽ ഇപ്പം വണ്ടിയിലും എല്ലാം കൊണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ എടുക്കുന്ന പോലായിരുന്നു എടുത്തുകൊണ്ട് എന്നെ കൊണ്ട് ഇതൊക്കെ എന്നെ കൊണ്ട് ഇരുത്തുന്നതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ചെയ്യാനും ഒക്കെ തുടങ്ങി. ഇപ്പം എന്തോ പറഞ്ഞാലും നല്ല മനസ്സോടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു. അന്ന് ആദ്യമേ ഞാൻ ചെയ്ത ആ ഒരു തെറ്റ്, കാരണം മോൻ ചെയ്യണ്ട, മേത്ത് വെള്ളം വീഴും, തറയെ വെള്ളം വീഴും എന്നൊക്കെ പറഞ്ഞു വിട്ടത് കൊണ്ടാണ് അവരുടെ മനസ്സിലത് ഉറയ്ക്കാതിരുന്ന ഒരു കാര്യം. പക്ഷേ ഇപ്പം ആ ഒരു മനസ്സിലാക്കിയ പ്രായത്തിൽ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് പക്ഷേ ഞാൻ മോളുടെ കേസ് വന്നപ്പം കുഞ്ഞുനാൾ തൊട്ടേ എല്ലാ കാര്യങ്ങളും, എനിക്ക് ഈ ആദ്യത്തെ ഈ ഒരു അബദ്ധം പറ്റിയത് കൊണ്ട് ഞാൻ ഇവളെ എല്ലാ കാര്യങ്ങളും ഞാനും മമ്മിയും കൂടെ കട്ടിംഗ് പാടൊക്കെ കൊടുത്ത് ഇങ്ങനെ വെണ്ടയ്ക്കൊക്കെ അരി അല്ലെങ്കിൽ പൊട്ടറ്റോ ഒക്കെ അരിയാനൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ വെട്ടിക്കണ്ടിച്ചൊക്കെ ഇടുമായിരിക്കും, പക്ഷേ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആളിന് ഏത് പ്രായത്തിൽ ഏത് ജോലി പറഞ്ഞാലും മടിയില്ലായിരുന്നു കേട്ടോ. പിന്നുണ്ടല്ലോ, നമ്മൾ എത്ര പഠിപ്പിച്ചാലും വളർന്നൊക്കെ കഴിയുമ്പം ഇവർ കള്ളന്മാരും കള്ളികളും ഒക്കെ ആയിട്ട് മാറും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ജോലിയൊക്കെ പറയുമ്പോൾ നമ്മളോട് എന്ത് പറയുമെന്നറിയാവോ? അയ്യോ, എനിക്ക് അസൈൻമെൻറ്റ് എഴുതാനുണ്ട്, പഠിക്കാനുണ്ട്, എനിക്ക് തലവേദന എടുക്കുന്നു, എനിക്ക് വയറുവേദന എടുക്കുന്നു, എനിക്ക് ഉറക്കം വരുന്നു, എനിക്ക് ക്ഷീണമാ, തളർച്ചയാന്നൊക്കെ ഇവർ നമ്മളോട് പറയും. എത്ര പഠിപ്പിച്ചാലും എത്ര പറഞ്ഞാലും ഇങ്ങനെയൊക്കെ പറയും. പിന്നെ നമ്മൾ നമ്മുടെ മക്കളെ ആദ്യമേ അത്യാവശ്യം അവർ കിടക്കപ്പായ എന്നൊക്കെ എണീറ്റ് വരുമ്പം, നമ്മൾ പണ്ടുള്ളവർ പറയത്തില്ലേ, കിടക്കപ്പായെന്ന് എണീറ്റ് വരുമ്പം തുറത്ത് വെച്ചിട്ട് എണീറ്റ് പോരാമെന്ന് പറയത്തില്ലേ പണ്ടുള്ള അപ്പച്ചമാരും അമ്മച്ചമാരും ഒക്കെ. അത് സത്യമാണ് കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മളത് പഠിപ്പിക്കണം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് എന്തുവെന്ന് പോലും അറിയാത്ത കുഞ്ഞുങ്ങളുണ്ടായിരിക്കും അല്ലേ, ചിലയിടത്തെങ്കിലും കാണും അറിയാത്തവർ. അന്നേരം നമ്മൾ ആദ്യമേ അവരോട് പറയേണ്ടത്, നിങ്ങൾ കട്ടിലേന്ന് എണീറ്റ് ഉറക്കമെല്ലാം കഴിഞ്ഞ് എണീറ്റ് വരുമ്പോഴേ നിങ്ങളുടെ ബെഡ്ഷീറ്റൊക്കെ വൃത്തിയായിട്ട് വിരിച്ചിടുക. പിന്നെ പില്ലോ കവറൊക്കെ അതിനകത്ത് തന്നെ റെഡിയാക്കി അത് പഴയ പോലെ എങ്ങനെ കിടന്നോ അങ്ങനെ തന്നെ ആക്കി ഇടുക. അത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് അല്ലെ 1 സെക്കൻഡെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിലൊന്ന് പ്രാർത്ഥിക്കുക. ദൈവവിശ്വാസമുള്ളവർ 1 സെക്കൻഡ് അല്ലെ 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് നമ്മുടെ സമയം അനുസരിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ മുടി ഒന്ന് ചീകി വെക്കാൻ കുഞ്ഞുങ്ങൾക്കുള്ളൊരു കുഞ്ഞു ചീപ്പ് അവിടെ വെച്ചേക്കുക. എന്നിട്ട് കുഞ്ഞെന്നും ഈ മുടി ഒന്ന് ചീകിയിട്ട് വേണം എണീറ്റ് വരാൻ. പിന്നെ എന്തുവാന്ന് വെച്ചാൽ
അവർ പല്ല് തേക്കോ ടോയ്ലറ്റിൽ പോകുമോ അമ്മയുടെ അടുത്ത് വരുമോ ഒക്കെ ചെയ്യട്ടെ. അങ്ങനെ നമ്മളൊക്കെ ഒന്ന് ശീലിപ്പിക്കണം. ആദ്യമൊന്നും ഇതുങ്ങളൊന്നും കേൾക്കത്തില്ല. ഇങ്ങനെ പറഞ്ഞ് ഇവരൊക്കെ ഒന്ന് കേൾക്കുന്ന സമയം വരും. അന്നേരത്തേക്ക് ഇവരങ്ങതങ്ങ് ചെയ്തോളൂ. ആദ്യമേ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോഴൊന്നും ചിലപ്പം ചൂര് വിരിക്കണമെന്നൊന്നുമില്ല, ചുളുക്കമൊക്കെ കാണും. നമ്മളപ്പോൾ വഴക്കൊന്നും പറയില്ല, കുഞ്ഞെ അവിടെ ഇച്ചിരി ചുളുങ്ങിയത് നൂത്തിടാനൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അവരവരുടെ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ വൃത്തിയായിട്ട് രാവിലെ എണീക്കുമ്പോൾ വെക്കുകയും പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങുകയും പിന്നാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഒന്ന് ചീകുകയും പിന്നെ കിച്ചണിലോ എന്തുവാന്ന് വെച്ചാൽ അവർ പഠിക്കാൻ പ്രായമാവുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യട്ടെ. അല്ലാത്ത കുഞ്ഞുങ്ങൾ അത് കഴിഞ്ഞ് പേരൻസിൻ്റെ അടുത്തും ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്തും ഒക്കെ വരും, പാലൊക്കെ നമ്മൾ കുടിക്കാൻ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ അത് ഓരോ പ്രായം അനുസരിച്ച് കുഞ്ഞുങ്ങൾ പഠിക്കാനുള്ള കുഞ്ഞുങ്ങൾ അത് കഴിഞ്ഞിട്ട് പഠിച്ചോണം. അത് കുഞ്ഞുനാളിലെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ ഇവരുടെ മനസ്സിലോട്ട് ഇങ്ങനെ ബ്രെയിനകത്തോട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്താലും ഇതൊക്കെ അനുസരിച്ച് കുഞ്ഞുങ്ങളങ്ങ് പൊയ്ക്കോളുമെന്നേ. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം ഓരോ ജോലി അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടായെങ്കിലും അവരുടെയും കൂടെ ഉത്തരവാദിത്വം ഉള്ള ഒരു ജോലി ഏതെന്ന് അവരുടെ ബ്രെയിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം. കുഞ്ഞെ ഇങ്ങോട്ടൊന്ന് വന്നേ, അമ്മയുടെ കൈ നോവുന്നു, ഒന്ന് തിരുമ്മി തന്നേ, അങ്ങനെയൊക്കെ നമുക്ക് അവരെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയാം, അയ്യോ അമ്മയുടെ ഈ കഴുത്ത് നോവുന്നു കേട്ടോ, അമ്മയുടെ മുടി ഒന്ന് ചെയ്യി തന്നേ കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങനെ അഭിനയിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പോൾ അവരുടെ മനസ്സിലൊരു ബോധം വരും, എൻ്റെ അമ്മയ്ക്ക് വയ്യാത്ത പോലെ എൻ്റെ അച്ഛന് വയ്യാത്തപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കണമെന്നുള്ളൊരു ബോധം അവരുടെ മനസ്സിലോട്ടങ്ങ് വരും. പിന്നാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വിളിക്കണം, കുഞ്ഞെ എനിക്ക് ഇവിടെ ഇങ്ങനെ അങ്ങ് ചൊറിയുന്നു, ഇവിടെ ഒരു കൊതുക് കടിച്ചാന്ന് തോന്നുന്നു കേട്ടോ, ഇതൊന്ന് ചൊറിഞ്ഞേ കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ ഇങ്ങനെ ഒരു കുട്ടിത്തത്തിൻ്റെ പേര് ഇങ്ങനെ നമുക്ക് വിളിക്കാം. അപ്പോൾ അതൊക്കെ അവർക്കൊരു രസമായിരിക്കും. അതിലൂടെ അവർ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരും കൂടെ ചെയ്യേണ്ട ജോലികളും അവർക്ക് അവരുടേതായ കടമകളൊക്കെ ഉണ്ടെന്ന് കുഞ്ഞു മനസ്സിലെ നമുക്ക് കുത്തിവെച്ച് കൊണ്ടുവരാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. അന്നേരം ഇവർ എത്ര പ്രായമായാലും ഇവരിതൊക്കെ ഓർത്തിരിക്കും. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞില്ലയോ മുടി ചീകേണ്ട ഒരു ആവശ്യകത. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്നോട് ഓരോരുത്തർ വേണേൽ ചോദിക്കാം, എന്തോ മുടിയാണോ ആദ്യം ചീകണ്ടേ, പല്ലൊക്കെ തേക്കണ്ടായും ചോദിക്കും. ഞാൻ അതല്ല പറഞ്ഞത്. എനിക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ മുടി രാവിലെ ചീകി വെക്കുന്നത് ശീലിച്ചതുകൊണ്ട് എനിക്ക് ഒരു ഉപയോഗം വന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി വിടാൻ നിൽക്കുമ്പം ചിലപ്പം ബസ് മിസ്സാകില്ല, ജസ്റ്റ് മിസ്സാകുമ്പം എനിക്ക് പിന്നെ ഇവിടെ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് മുടി ചെയ്യാൻ നിൽക്കണ്ട, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, കുഞ്ഞിനെ പെട്ടെന്ന് വണ്ടി എടുക്കുക, കൊണ്ടുവിടുക. എനിക്ക് അങ്ങനെ. പിന്നെ കുട്ടികൾക്കാന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റലിലോ ജോലിക്കോ ഒക്കെ പോകുമ്പോൾ എന്തെങ്കിലും കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഒരു കാഷ്വാലിറ്റി ഉണ്ടായെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അങ്ങ് പോയാൽ മതി. പിന്നെ അത്യാവശ്യം എല്ലാവരും സൂട്ടോ കോട്ടോ നല്ല ഡ്രസ്സോ ഒന്നും ഇട്ട് നിൽക്കണമെന്ന് ഞാൻ പറയത്തില്ല, വില കൂടിയ ഡ്രസ്സോ ഒന്നും വേണ്ട. ഉള്ള ഡ്രസ്സിൽ നമ്മൾ നീറ്റായിട്ട് നിന്നാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. ആര് വീട്ടിൽ വന്നാലും പെട്ടെന്ന് നമുക്ക് കതക് തുറക്കാനും നമുക്ക് അവരോട് സംസാരിക്കാനും പെട്ടെന്ന് ഒരു കാഷ്വാലിറ്റിയിൽ എവിടെയെങ്കിലും പോകണേ നമുക്ക് മുടി ചെയ്യാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഒന്നും പെട്ടെന്ന് നിൽക്കേണ്ട. അത്യാവശ്യം ഞാൻ പറഞ്ഞതാണ്, എല്ലാവർക്കും കോസ്റ്റ്ലി ഡ്രസ്സോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ കുഞ്ഞിലേ തൊട്ടേ ഉള്ള ഡ്രസ്സിൽ ഭംഗിയായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ അവരുടെ മനസ്സിൽ ഇങ്ങനെ തറഞ്ഞു നിൽക്കും. അത്യാവശ്യം ഒരു മാനേഴ്സുള്ള കാര്യം കൂടിയാണത് കേട്ടോ. പണ്ടുള്ളവർ പറയുന്നതൊക്കെ ശരിയാണ് ഒരുപാട്. കാരണം പഴുത്ത പ്ലാവില എടുക്കാൻ പ്രായമായ പഴുത്ത പ്ലാവില എടുപ്പിക്കണം നമ്മൾ. പിന്നാണെങ്കിൽ കിടക്കപ്പായ നെണീറ്റ പാ തുറത്ത് വെക്കാൻ തന്നെ നമ്മൾ അവരെ പഠിപ്പിക്കുന്ന പോലെ ഇരിക്കും പിന്നീട് അവർ അത് ചെയ്യുന്നത്. പിന്നെ അത് തന്നെയല്ല, ഇപ്പോഴുള്ള വീടുകളിലെയും ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും രണ്ടുപേരും കൂടാണ് ജോലികൾ ചെയ്യുന്നത്. കാരണം രണ്ടുപേരും ഏണിംഗ് മെമ്പേഴ്സ് ആയിരിക്കും, രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, സാലറി എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ രണ്ടുപേരും കൂടെ അവിടെ ജോലി ചെയ്തെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് അവർക്ക് ജോലിക്ക് പോകാനും വീട്ടിൽ ഹാപ്പി ആയിട്ടുള്ള ലൈഫും ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഈഗോയും കോംപ്ലക്സും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തുടങ്ങും. പണ്ടത്തെ കാലത്തൊക്കെ അപ്പച്ചന്മാരും പ്രായമുള്ള ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, വീട്ടു ചെലവിനുള്ള പൈസയൊക്കെ അമ്മമാരുടെ കൊണ്ട് കൊടുക്കുന്നു, അമ്മമാർ വീട്ടിലെ കഞ്ഞിയും കറിയൊക്കെ വെച്ചിരിക്കുന്നു. ഇപ്പം അങ്ങനല്ല, കൂടുതൽ പെൺകുട്ടികളും എഡ്യൂക്കേറ്റഡ് ആണ്, അവർ ജോലിക്ക് പോകുന്നു. അപ്പോൾ രണ്ടുപേരും കൂടി ജോലി ചെയ്താൽ അതൊരു സന്തോഷമായിരിക്കും, വീട്ടിൽ സമാധാനം ഉണ്ടായിരിക്കും. നമ്മൾ ആണിനെയും പെണ്ണിനെയും വീട്ടിലെ നമ്മൾ ഇത് പറഞ്ഞു കൊടുത്ത് വേണം ശരിക്കും പറഞ്ഞാൽ വളർത്തി വിടാൻ. അല്ല ആണാന്നും പറഞ്ഞുകൊണ്ട് നീ ജോലി ചെയ്യരുത് അങ്ങനൊന്നും നമ്മൾ പഠിപ്പിക്കരുത്. പെണ്ണാന്നും പറഞ്ഞ് നിനക്ക് ജോലിയുണ്ട് നീ എന്തോ ചെയ്യേണ്ട കാര്യം അങ്ങനൊന്നും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കരുത്. കാരണം രണ്ടുപേരും കൂടെ ഒരുപോലെ എല്ലാ ജോലികളും ചെയ്തു പോയാൽ വീട്ടിലൊരു സന്തോഷ സമാധാനം ഉണ്ടായിരിക്കും. പിന്നെ ഈ ചെറുപ്പകാലത്ത് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാം ആരെയൊക്കെ നിങ്ങൾക്ക് ബഹുമാനിക്കാം എന്ന് വെച്ചാൽ പേരെടുത്ത് പറയുമല്ല, കാറ്റഗറി തിരിച്ച് നമുക്ക് പറയാം. പ്രായമുള്ളവരെ ബഹുമാനിക്കാം, അധ്യാപകരെ ബഹുമാനിക്കാം, പുരോഹിതന്മാരെ ബഹുമാനിക്കാം, നമ്മളെക്കാൾ മൂത്തവരെ നമുക്ക് ബഹുമാനിക്കാം. ഇങ്ങനെയൊക്കെയുള്ളൊരു ശീലം നമ്മൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്നും ഇവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. പേരെടുത്തൊന്നും പറയണ്ട, കാരണം അപ്പോൾ അവർക്ക് തന്നെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇന്നാരോട് ഞാൻ വിനയത്തോടെ സംസാരിക്കാവൂ, അങ്ങനെ നിൽക്കാവൂ, എനിക്ക് ഫ്രണ്ട്സിനെ ഞാൻ തിരഞ്ഞെടുക്കുമ്പം ഞാൻ അങ്ങനെ പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലോട്ട് കുത്തിവെച്ച് കൊടുക്കാം.
പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ എത്ര പറഞ്ഞു കൊടുത്താലും ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെ പോയിട്ട് വഴിതെറ്റുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്നേ വീട് തന്നെ ആദ്യത്തെ ഒരു വിദ്യാലയമല്ലേ, അവിടുന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ഇവരുടെ ബ്രെയിനിൽ അങ്ങ് നിന്നോളും ശരിക്കും പറഞ്ഞാൽ കേട്ടോ. അന്നേരം നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം, ഒരു 100 കാര്യം പറയുമ്പം ഒരു 10 കാര്യമെങ്കിലും അവരുടെ ബ്രെയിനെ തറച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പേരൻസ് എന്ന രീതിയിൽ നമ്മൾ വിജയിച്ചെന്ന് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അതാത് പ്രായത്തിൽ എന്തൊക്കെ ജോലികൾ ചെയ്യിക്കാമോ അതൊക്കെ അവരെ ജോലി ചെയ്യിച്ച് അവരുടെ ഉത്തരവാദിത്വവും അവർക്കും കൂടെ ചെയ്യാം ആ ജോലി എന്നുള്ളൊരു ബോധ്യം നമ്മൾ അവരുടെ മനസ്സിൽ വരുത്തണം. അപ്പോൾ ഒരുപാട് ഉപകാരമായിരിക്കും അത്. അവരുടെ ഫാമിലി ലൈഫിലായാലും നമുക്കും ഒരു സമാധാനം കിട്ടും. കുഞ്ഞുങ്ങളുടെ ലൈഫ് കുളമായാൽ നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുമോ? അതുകൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു ജോലികൾ, രാവിലെ എണീക്കുമ്പോൾ ബെഡ്ഷീറ്റ് വിരിച്ചിടുക, പില്ലോയൊക്കെ വൃത്തിയാക്കിയിട്ട് വെക്കുക, അതിനുശേഷം ഒന്ന് പ്രാർത്ഥിക്കുക, മുടി ചെയ്യുക, ബാക്കി അവനവൻ്റെ പ്രായം അനുസരിച്ചുള്ള ജീവിതചര്യകളൊക്കെ ചെയ്യുക. ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പം ശരിയെങ്കിൽ പിന്നെ കാണാമേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരണേ.